കുഞ്ഞുമണികളെ, ചക്കരക്കുട്ടികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്ന് നമുക്ക് ഉറുമ്പുകളുടെയും പുൽച്ചാടിയുടെയും കഥ പറയാം. പുൽച്ചാടിയെ കണ്ടിട്ടുണ്ടോ? പച്ച നിറമുള്ള പുൽച്ചാടി. നമ്മൾ അതിനെ പച്ചത്തുള്ളൻ എന്നും വിളിക്കും. ഇലകളിൽ ചാടി ചാടി നടക്കുന്ന പുൽച്ചാടി. പണ്ട് ഒരു നദിയുടെ കരയിൽ മനോഹരമായ ഒരു പുൽമേടുണ്ടായിരുന്നു. അവിടെയാണ് കിട്ടനുറുമ്പും കുട്ടനുറുമ്പും മണിയൻ പുൽച്ചാടിയും താമസിച്ചിരുന്നത്. ഉറുമ്പുകൾ കഠിനാധ്വാനികളാണ്. ആരാണ് കഠിനാധ്വാനി എന്ന് പറഞ്ഞാൽ? നന്നായി ജോലി ചെയ്യുന്നവർ. മിക്കപ്പോഴും അവർ ആഹാര സാധനങ്ങളൊക്കെ ശേഖരിച്ചു വയ്ക്കുന്ന ജോലിയിലാണ്. എന്നാൽ നമ്മുടെ മണിയൻ പുൽച്ചാടി ഉണ്ടല്ലോ, അവൻ ഈ ജോലി ചെയ്യുന്നതൊന്നും ഒട്ടും താല്പര്യമില്ലായിരുന്നു. അവന് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? പാട്ട് പാടുക, നൃത്തം ചെയ്യുക, ചാടി ചാടി നടക്കുക. അവൻ പലപ്പോഴും നമ്മുടെ കിട്ടനെയും കുട്ടനെയും കൂടെ കൂടാൻ വിളിക്കും. ഹേയ് കിട്ടാ, കുട്ടാ, നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ജോലി ചെയ്ത് നടക്കാതെ എന്റെ കൂടെ വന്ന് നൃത്തം ചെയ്യൂ. ജീവിതം നമുക്ക് ആസ്വദിക്കണ്ടേ? നിങ്ങൾക്ക് എപ്പോഴും ഈ ഭക്ഷണത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ ചിന്ത. ആര് പറഞ്ഞു? നമ്മുടെ മണിയൻ പുൽച്ചാടി പറഞ്ഞു. അപ്പോൾ കിട്ടനുറുമ്പും കുട്ടനുറുമ്പും പറഞ്ഞു, മണിയാ, അടുത്തു തന്നെ തണുപ്പുകാലം ഇങ്ങെത്തും. ഞങ്ങളെ ആ സമയത്ത് ഉപയോഗിക്കാനുള്ള ഭക്ഷണം കരുതി വയ്ക്കുകയാണ്. ഒരു കാര്യം ചെയ്, നീയും ഞങ്ങളുടെ കൂടെ കൂടിക്കോ, അല്ലെങ്കിൽ തണുപ്പാകുമ്പോൾ ആകെ ബുദ്ധിമുട്ടാകും. മണിയൻ പുൽച്ചാടി പക്ഷെ ഉറുമ്പുകളുടെ ഉപദേശമൊന്നും ചെവിക്കൊണ്ടില്ല. അവൻ ഇഷ്ടം പോലെ കളിച്ച് രസിച്ച് നടന്നു. ഉറുമ്പുകളാകട്ടെ ഏറെ കഷ്ടപ്പെട്ട് അരിമണികളും ഗോതമ്പ് മണികളും ഒക്കെ ചുമന്നുകൊണ്ടുവന്ന് തങ്ങളുടെ ധാന്യപ്പുര നിറച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ അധികം വൈകാതെ തണുപ്പുകാലമെത്തി. ജീവികളെല്ലാവരും അവരുടെ മാളങ്ങളിലും കൂടുകളിലും തന്നെ ഇരിപ്പാണ്. തണുപ്പ് കാരണം ആർക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, തീറ്റ തേടി പോകാൻ പറ്റുന്നില്ല. അപ്പോഴാണ് പ്രശ്നം. എന്താണ്? നമ്മുടെ മണിയൻ പുൽച്ചാടിക്ക് വിശക്കാൻ തുടങ്ങി. അയ്യോ, വിശക്കുന്നല്ലോ, വിശക്കുന്നല്ലോ, എന്താ ചെയ്യാ? അയ്യോ, ഒന്നും കഴിക്കാനില്ലല്ലോ ഇവിടെ, മണിയൻ പുൽച്ചാടി പറഞ്ഞു. അവൻ തണുപ്പ് കാലത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചില്ല. ഒരു കാര്യം ചെയ്യാം, കിട്ടന്റെയും കുട്ടന്റെയും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവര് ചിലപ്പോ എനിക്ക് കുറച്ച് ഭക്ഷണം തരും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മണിയൻ പുൽച്ചാടി വല്ല വിധേനയും ഉറുമ്പുകളുടെ വീടിനടുത്തെത്തി. എന്നിട്ട് കതകിൽ മുട്ടി വിളിച്ചു, ടക് 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 ടക്. കിട്ടാ, കുട്ടാ, കതക് തുറക്കൂ. കമ്പിളി പുതപ്പിനുള്ളിൽ മൂടിപ്പുതച്ച് കിടക്കുകയായിരുന്ന കിട്ടനുറുമ്പും തണുപ്പകറ്റാൻ തീ കാഞ്ഞുകൊണ്ടിരുന്ന കുട്ടനുറുമ്പും കൂടിനു വെളിയിലേക്ക് വന്നു. അപ്പോഴതാ നിൽക്കുന്നു നമ്മുടെ പുൽച്ചാടിക്കുട്ടൻ. അവർ കാര്യം തിരക്കി. കൂട്ടുകാരെ, എനിക്ക് കുറച്ച് ആഹാരം തന്ന് സഹായിക്കാമോ? വല്ലാതെ വിശക്കുന്നു. പകരം ഞാൻ നിങ്ങൾക്ക് ഈ തണുപ്പ് കാലത്ത് കേൾക്കാൻ നല്ലൊരു പാട്ട് പാടിത്തരാം, പുൽച്ചാടി പറഞ്ഞു. അപ്പോൾ ഉറുമ്പുകൾ പറഞ്ഞു, മണിയാ, നിനക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ ആഹാരമൊന്നുമില്ല. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് തണുപ്പ് കാലം കഴിച്ചു കൂട്ടാനുള്ള അരിമണികൾ ശേഖരിച്ചു വച്ചിരിക്കുന്നത്. അത് നിനക്ക് തന്നാൽ പിന്നെ ഞങ്ങളുടെ കാര്യം കഷ്ടമാവും. അതുകൊണ്ട് നീ മറ്റെവിടെയെങ്കിലും പോയി പാട്ടുപാടി നോക്കൂ. ഒരു പക്ഷേ നിന്റെ പാട്ട് കേട്ട് ആരെങ്കിലും ആഹാരം തന്നാലോ? ഇതും പറഞ്ഞ് അവർ കതകുമടച്ച് അകത്തേക്ക് പോയി. മണിയൻ പുൽച്ചാടിക്ക് തന്റെ മണ്ടത്തരം മനസ്സിലായി. ഉറുമ്പുകൾ പറഞ്ഞത് കേട്ട് ഭക്ഷണം ശേഖരിച്ചു വച്ചിരുന്നുവെങ്കിൽ തണുപ്പ് കാലത്ത് തനിക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നുവെന്ന് അവന് മനസ്സിലായി. ഈ കഥയിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അധ്വാനിക്കേണ്ട സമയത്ത് നമ്മൾ അധ്വാനിക്കാതിരുന്നാൽ ജോലി ചെയ്യാൻ പറ്റാത്ത കാലത്ത് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. മല്ലനും മാദേവനും. എന്താ കഥയുടെ പേര്? മല്ലനും മാദേവനും. മല്ലനും മാദേവനും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. ചങ്ങാതി എന്ന് വെച്ചാൽ ആരാണ്? കൂട്ടുകാര്.
മല്ലനും മാദേവനും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. മല്ലൻ പേര് പോലെ തന്നെ ബലവാനാണ്. നല്ല വണ്ണവും കപ്പട മീശയും ഒക്കെയുള്ള മല്ലനെ കണ്ടാൽ ആരും ഒന്ന് പേടിച്ചു പോവും. മല്ലൻ നമുക്കൊരടി തന്നാൽ അയ്യോ നമ്മൾ താഴെ വീഴുമോ എന്ന് ചിന്തിച്ചു പോകും. എന്നാൽ മാദേവനോ ദുർബലൻ. ഒരു കാറ്റടിച്ചാൽ മാദേവൻ താഴെ വീഴുമോ എന്ന് നമുക്ക് സംശയം തോന്നും. അപ്പോ ബലവാനായ മല്ലന്റെയും ദുർബലനായ മാദേവന്റെയും കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. മല്ലനും മാദേവനും കൂടി ഒരു യാത്ര പുറപ്പെട്ടു. നടന്ന് 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 വൈകുന്നേരമായി. അവരൊരു കാടിന്റെ അടുത്തെത്തി. അപ്പോ പൊതുവേ ഒരു പേടിത്തൊണ്ടനായ നമ്മുടെ മാദേവൻ പറഞ്ഞു, അയ്യോ ഇനി കാട്ടിലൂടെയാണോ യാത്ര? വല്ല കരടിയോ പുലിയോ വന്നാലോ? മാദേവൻ പേടിയോടെ കൂട്ടുകാരനോട് ചോദിച്ചു. ഹേ പേടിക്കാതെ മാദേവ, ഞാനില്ലേ കൂടെ, കൊല്ലും ഞാൻ അവറ്റയെ. ഇതെല്ലാം അഹങ്കാരത്തോടെ ആര് പറഞ്ഞു? നമ്മുടെ മല്ലൻ ചേട്ടൻ പറഞ്ഞു. എങ്ങനെ കൊല്ലും? നമ്മുടെ കയ്യിൽ ആയുധമൊന്നുമില്ലല്ലോ. മാദേവന് സംശയമായി. അവർ കാട്ടിലൂടെ നടത്തം തുടർന്നു. രണ്ടുപേരും കൂടി നടന്ന് നടന്ന് കാടിന്റെ ഉള്ളിലെത്തി. അപ്പോഴുണ്ട് ദൂരെ നിന്നും ഒരു കരടി അവരുടെ നേരെ വരുന്നു. അയ്യോ കരടി! മാദേവന് പേടി കൂടി. മല്ല മല്ല, നമ്മൾ എന്ത് ചെയ്യും? അവൻ ഒച്ചയടക്കി ചോദിച്ചു. അപ്പോഴേക്കും മല്ലൻ ഒരു മരത്തിൽ കയറി കഴിഞ്ഞിരുന്നു. അയ്യയ്യേ, ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ശരിക്കും പേടിത്തൊണ്ടൻ ആരാണ്? മല്ലനല്ലേ? അതുകൊണ്ടല്ലേ ഇത്രയും വലിയ ബലവാനാണെന്നും ശക്തിമാനാണെന്നും ഒക്കെ പറഞ്ഞിട്ട് മല്ലൻ ഓടി കരടിയെ കണ്ടപാടെ മരത്തിൽ കയറിയത്. പാവം മാദേവൻ ഒറ്റയ്ക്കായി. അയ്യോ കരടി ഇപ്പൊ അടുത്തെത്തും. ഹോ! പേടിച്ചരണ്ട മാദേവൻ നിലത്തു വീണു. എന്നിട്ട് ശ്വാസം പോലും എടുക്കാതെ ചത്തതുപോലെ കിടന്നു. കരടി മാദേവന്റെ അടുത്തെത്തി. അവനെ മണത്തു നോക്കി. മാദേവൻ അനക്കമില്ലാതെ ശ്വാസം പിടിച്ച് കിടന്നു. കരടി മാദേവന്റെ മുഖമാകെ മണത്തു. അനക്കമില്ല. അതൊരു ശവമാണെന്ന് കരുതി കരടി അതിനെ ഉപേക്ഷിച്ചങ്ങ് നടന്നുപോയി. കരടി പോയെന്നുറപ്പായപ്പോൾ നമ്മുടെ മല്ലൻ മരത്തിൽ നിന്നും ഇറങ്ങി വന്നു. എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ കൂട്ടുകാർ രണ്ടുപേരും വീണ്ടും യാത്ര തുടർന്നു. നടക്കുന്നതിനിടയിൽ ഒരു പുഞ്ചിരിയോടെ മല്ലൻ മാദേവനോട് ചോദിച്ചു, എടാ കൂട്ടുകാരാ, ആ കരടി നിന്റെ ചെവിയിൽ എന്താ പറഞ്ഞത്? അപ്പോ നമ്മുടെ മാദേവൻ പറഞ്ഞു, ആപത്തിൽ ചങ്ങാതിയെ ഉപേക്ഷിച്ചു പോകുന്നവൻ നല്ലവനല്ലെന്നാണ് കരടി എന്നോട് പറഞ്ഞത്. അത് കേട്ട് മല്ലൻ തല താഴ്ത്തി നിന്നു. മല്ലൻ ആകെ നാണക്കേടായല്ലേ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത്രയും വലിയ ധൈര്യശാലിയാണെന്നൊക്കെ വീമ്പ് പറഞ്ഞിട്ട് ധൈര്യമൊന്നുമില്ലാത്ത ആളാണെന്ന് മാദേവന് മനസ്സിലായി. രണ്ട്, തന്റെ ഉറ്റ സുഹൃത്തായ മാദേവനെ ആപത്തിൽ കൈവിട്ടു. രണ്ടും തെറ്റല്ലേ? അപ്പോ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മള് ആപത്തിൽ കൈവിടരുത് എന്നുള്ളതാണ് ഈ കഥയുടെ ഗുണപാഠം. അയ്യോ പുലി വരുന്നേ, പുലി! അയ്യോ ഓടി വരണേ, പുലി വരുന്നേ, പുലി! പെട്ടെന്ന് ഇങ്ങനെ കേട്ടാൽ ആരായാലും ഒന്ന് പേടിക്കുമല്ലേ? ഇവിടുന്നോ ഒരു പുലി വരുന്നെന്ന് നമ്മൾ വിചാരിച്ചു പോവുമല്ലേ? ആ ഇങ്ങനെ വിളിച്ചു കൂവിയത് കൊണ്ട് പ്രശ്നത്തിലായിപ്പോയ ഒരു പയ്യന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. കഥയുടെ പേരെന്താണ്? അത് തന്നെ, പുലി വരുന്നേ, പുലി. അപ്പൊ കഥ കേൾക്കാം അല്ലേ? പണ്ട് പണ്ട് ഒരു ഗ്രാമത്തില് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഈ കുട്ടിയുടെ അച്ഛനമ്മമാരും അവിടെയുള്ള ബാക്കി നാട്ടുകാരും ഒക്കെ തന്നെ കൃഷി ചെയ്ത് ജീവിക്കുന്ന പാവം മനുഷ്യരാണ്. അവര് രാവിലെ ആകുമ്പോ കൃഷിപ്പാടത്തേക്ക് പോകും. അപ്പം ഈ കുട്ടിക്കും ഒരു ജോലി കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? അവൻ രാവിലെ വീട്ടിലുള്ള ആടുകളെയും പശുക്കളെയും ഒക്കെ മേയ്ക്കാനായിട്ട് കൊണ്ടുപോകും. എവിടെയാണ് മേയ്ക്കാൻ കൊണ്ടുപോകുന്നത്? ആ ഗ്രാമത്തിനടുത്തുള്ള ഒരു കാട്ടിലേക്കാണ് ഈ കുട്ടി പോയിക്കൊണ്ടിരുന്നത്.
ആടുകളെയും പശുക്കളെയും ഒക്കെ കാട്ടിലേക്ക് കയറ്റി വിട്ടു കഴിഞ്ഞാല് പിന്നെ പ്രത്യേകിച്ച് അവന് ജോലിയൊന്നുമില്ല. അപ്പൊ അവൻ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു മരത്തിന്റെ തണലത്തിരിക്കുകയോ കിടക്കുകയോ അല്ലെങ്കിൽ ചുമ്മാ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയോ എന്തെങ്കിലുമൊക്കെ കാട്ടുപഴങ്ങൾ പറിച്ച് കഴിക്കുകയോ ഇതൊക്കെയാണ് അവന്റെ ജോലി. എന്നിട്ട് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോ ആടുകളെയും പശുക്കളെയും ഒക്കെ തിരികെ കൂട്ടി അവൻ ഗ്രാമത്തിലേക്ക് പോകും. ഇതായിരുന്നു ആ കുട്ടിയുടെ ജോലി. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ ആടുകളെയും പശുക്കളെയും കൊണ്ട് പോകുന്നു, വൈകുന്നേരം തിരികെ വരുന്നു. ഇങ്ങനെ ആയപ്പോഴേ നമ്മുടെ ഈ കുട്ടിക്ക് ബോറടിച്ചു. ഇത് ശരിയാവുന്നില്ലല്ലോ, ഒരു രസവും ഇല്ല, എന്തെങ്കിലുമൊക്കെ രസകരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ നടക്കണ്ടേ? അതിനു വേണ്ടി അവനൊരു ഉപായം കണ്ടുപിടിച്ചു. എന്താണെന്നറിയോ? ഈ നാട്ടുകാരെയൊക്കെ ഒന്ന് പറ്റിച്ചാലോ? ഈ കുട്ടിയുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നു. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ ചുമ്മാ വിളിച്ചു കൂവി, പുലി വരുന്നേ പുലി, അയ്യോ രക്ഷിക്കണേ, പുലി വരുന്നേ പുലി. ഉച്ചത്തിലുള്ള കുട്ടിയുടെ കരച്ചില് അങ്ങ് താഴെ ഗ്രാമത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന നാട്ടുകാര് കേട്ടു. അയ്യോ, കുട്ടിയെ പുലി പിടിക്കാൻ വരുന്നോ, വാ നമുക്ക് ഓടിപ്പോയി രക്ഷിക്കാം. അവരുടെ കയ്യിൽ കിട്ടിയ കല്ലും കട്ടയും വടിയും ഒക്കെ എടുത്ത് നാട്ടുകാരെല്ലാവരും കൂടി ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോഴോ അവിടെ പുലിയുമില്ല പൂച്ചയുമില്ല. പറ്റിച്ചേ, എല്ലാവരെയും പറ്റിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി എന്ത് ചെയ്തു? നാട്ടുകാരെ കണ്ടപ്പോ കൈകൊട്ടി ചിരിച്ചു. അപ്പൊ നാട്ടുകാർ അവനോട് പറഞ്ഞു, ഇനി ഒരിക്കലും നീ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് അവനെ താക്കീത് ചെയ്തിട്ട് നാട്ടുകാരെന്ത് ചെയ്തു? അവര് തിരിച്ച് ജോലി ചെയ്യാനായിട്ട് പോയി. പിറ്റേ ദിവസം കുട്ടി വീണ്ടും ആടുകളെയും പശുക്കളെയും ഒക്കെ തീറ്റാനായിട്ട് കാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും അവന് തോന്നി, ഇന്നലെ ചെയ്ത കുസൃതി ഒന്നും കൂടി ചെയ്താലോ, നല്ല രസമായിരിക്കും. ഞാനിവിടെ ഇരുന്ന് പുലി വരുന്നേ എന്ന് കരയും. ഇത് കേട്ട് മണ്ടന്മാരായ നാട്ടുകാരെല്ലാം കല്ലും കട്ടയും എടുത്ത് ഓടി വരും. ഓ, അതൊരു തമാശയായിരിക്കും, ഒന്നുകൂടി ചെയ്തു നോക്കാം എന്ന് പറഞ്ഞിട്ട് കുട്ടി എന്ത് ചെയ്തു? വീണ്ടും അയ്യോ രക്ഷിക്കണേ, പുലി വരുന്നേ, പുലി ഇപ്പൊ എന്നെ കൊല്ലുമേ, എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു കൂവി. ഇതാര് കേട്ടു? ഗ്രാമത്തില് നാട്ടുകാര് കേട്ടു. അവര് കൃഷിപ്പണിയൊക്കെ നിർത്തിവെച്ചിട്ട് ഓടിക്കാട്ടിലേക്ക് വന്നു. വന്നപ്പോ എന്താ സംഭവിക്കുന്നത്? പഴയ അവസ്ഥ. അവിടെ പുലിയുമില്ല പൂച്ചയുമില്ല. നമ്മുടെ പയ്യൻ എന്ത് ചെയ്യുന്നു? കൈകൊട്ടി ചിരിച്ചു നിൽക്കുന്നു. ഞാൻ എല്ലാരെയും പറ്റിച്ചേ, എന്ത് രസമാണ് നിങ്ങളെ പറ്റിക്കാൻ എന്നൊക്കെ പറഞ്ഞു ചിരിച്ചു നിൽക്കുന്നു. അവർക്ക് നല്ല ദേഷ്യം വന്നു. എങ്ങനെ ദേഷ്യം വരാതിരിക്കും അല്ലേ? ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയൊക്കെ നിർത്തിവെച്ച് ഓടി വരികയാണ്. കുട്ടിക്ക് എന്തോ അപകടം പറ്റിയെന്ന് പറഞ്ഞിട്ട് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊരു പറ്റിപ്പ് വിദ്യയായിരുന്നെന്ന്. വീണ്ടും അവരവനെ താക്കീത് ചെയ്തു. നീ ഈ സ്വഭാവം നിർത്തണം, ഇത് നല്ലതല്ല, ഇങ്ങനെ പറ്റിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് അവര് തിരികെ പോയി. പിറ്റേ ദിവസവും രാവിലെ നാട്ടുകാരെയൊക്കെ നോക്കി ചിരിച്ചുകൊണ്ട് നമ്മുടെ ഈ കുട്ടി എന്ത് ചെയ്തു? അവന്റെ പശുക്കളെയും ആടുകളെയും കൊണ്ട് കാട്ടിലേക്ക് പോയി. കുറേ സമയം കഴിഞ്ഞപ്പോ പതിവ് പോലെ ഒരു കരച്ചില് നാട്ടുകാര് കേട്ടു. അയ്യോ പുലി വരുന്നേ, എന്നെ രക്ഷിക്കണേ, പുലി ഇപ്പൊ എന്നെ കടിച്ചു കൊല്ലുമേ, ആരെങ്കിലും ഓടി വരണേ, എന്നെ രക്ഷിക്കണേ എന്ന് കുട്ടി വിളിച്ച് കൂവുന്നു. താഴെ ഗ്രാമത്തില് നാട്ടുകാരും ഇത് കേട്ടു. പക്ഷേ ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, വേണ്ട വേണ്ട, നമുക്ക് പോവൊന്നും വേണ്ട, ഇതവൻ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാ, വെറുതെ കിടന്ന് നിലവിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരാരും പോയില്ല. അവരെന്തു ചെയ്തു? അവരുടെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ അന്ന് എന്താ സംഭവിച്ചതെന്നറിയോ? അന്ന് യഥാർത്ഥത്തില് പുലി വന്നു. കുട്ടി പേടിച്ചുപോയി. അവൻ പേടിച്ച് വല്ല വിധേനയും ഒരു മരത്തിൽ കയറി ഒളിച്ചിരുന്നു. പുലി അവന്റെ പശുവിനെയും ആടിനെയും ഒക്കെ തിന്നു. നേരം ഇരുട്ടിയപ്പോ പുലി പോയി എന്ന് മനസ്സിലായപ്പോ കുട്ടി എന്ത് ചെയ്തു? മരത്തിൽ നിന്നും ഇറങ്ങി തിരിച്ച് ഗ്രാമത്തിലേക്ക് നടന്നു. ആ പോകുന്ന വഴിക്ക് അവനാകെ സങ്കടമായി. തെറ്റ് തന്റേതാണെന്ന് അവന് മനസ്സിലായി. അനാവശ്യമായി പുലി വരുന്നേ എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ചതുകൊണ്ടല്ലേ അവനൊരു ആവശ്യം വന്നപ്പോ അവനെ സഹായിക്കാൻ ആരും വരാഞ്ഞത്. അവൻ നുണ പറയുകയാണെന്ന് എല്ലാവരും ചിന്തിച്ചു. അപ്പോൾ തമാശയ്ക്കാണെങ്കിൽ പോലും നമ്മൾ നുണ പറയുന്ന സ്വഭാവവും മറ്റുള്ളവരെ പറ്റിക്കുന്ന സ്വഭാവവും നല്ലതല്ല എന്നാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. കഥ എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു കഥയുമായി കാണാം.